അവിടെ അവരെന്നെ വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ്. പിന്നെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അവളെ കൊന്നുകളയടാന്ന് പറയുന്നതും മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവളെ വലിച്ച് വണ്ടിയിലേക്ക് എറിയടാന്ന് പറയുന്നു. ഒരു ചെറിയ, അതായത് ഒരു 18 വയസ്സ് പൂർത്തിയായോന്ന് എന്ന സംശയം തോന്നുന്ന ഒരു പയ്യനാണ് എന്നെ മുടിക്കുത്തിന് ചുറ്റി പിടിച്ചിട്ട്, എന്റെ നീളമുള്ള മുടിക്കുത്തിന് ചുറ്റി പിടിച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ഇതിന് ശ്വാസം മുട്ടി. ആ ശ്വാസം മുട്ടിയ സമയത്താണ് ഇവരുടെ സാരി വലിച്ചടി പറിക്കുന്നത്. അത് എന്താണ് അവര് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോണെങ്കിൽ ഇങ്ങനെ എന്നെ വസ്ത്രാക്ഷേപം ചെയ്തെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണെന്ന് എനിക്കല്ല. എന്നിട്ട് എന്നെ വലിച്ച് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി പൂച്ചി പിടിച്ചിരുത്തി. ഇവൻ എന്റെ ഒപ്പം കയറി ഡോറ് വലിച്ചടച്ചപ്പോ എന്റെ കാല് ഡോറിന്റെ ഇടയപ്പോ ഞാൻ കരഞ്ഞു, എന്റെ നിലവിളിച്ചു, എന്റെ കാല് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുമ്പോ നിനക്കത് വെട്ടിത്തരാടി എന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത്. നമസ്കാരം. കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ ഭാര്യ കമല വിജയനോ നിങ്ങളുടെ മകൾ വീണ വിജയനെയോ ആരെങ്കിലും തെരുവിൽ അവരുടെ വസ്ത്രം വലിച്ചു കീറി ആക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഇതെൻ്റെ വാക്കുകളല്ല. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വരുന്ന ചില കുറിപ്പുകളിലെ സാരാംശം ഇങ്ങനെയാണ്. കൂത്താട്ടുകുളം നഗരസഭയിലെ CPMന്റെ വനിതാ കൗൺസിലറായ കലാരാജുവിനെ CPMക്കാർ തന്നെ വലിച്ചിഴച്ച് അവരുടെ സാരി വലിച്ചു കീറി മുടിക്ക് കുത്തിപ്പിടിച്ച് കാറിലേക്ക് കയറ്റി അവരെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയ ദൃശ്യങ്ങൾ കണ്ട് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളുമാണ് ഇത്തരത്തിൽ പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ ഭാര്യയ്ക്കോ മകൾക്കോ ആണ് ഇങ്ങനെ തെരുവിൽ വെച്ച് വസ്ത്രാക്ഷേപം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ താങ്കൾ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും കൈക്കൊള്ളുക? താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട CPMന്റെ വനിതാ കൗൺസിലർക്കെതിരെയാണ് CPMക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ഗൗരവതരമായ വിഷയമാണ്, കൂടുതൽ നാണക്കേടുണ്ടാക്കുന്ന വിഷയമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിയും പോലീസ് സംവിധാനങ്ങളും സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഏർപ്പെടുത്താതെ ഇങ്ങനെ ഈ നാട്ടിൽ നിലകൊള്ളുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ പൊതുജനം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ചലച്ചിത്രതാരം ഹണി റോസിന്റെ പരാതിയിന്മേൽ അവരെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ചില പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ അവർ മുഖ്യമന്ത്രിയോട് നേരിട്ട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ രായ്ക്ക് രായ്മാനം സുൽത്താൻ ബത്തേരിയിലെ റിസോർട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെ ജാഗ്രത, ആഭ്യന്തര വകുപ്പിന്റെ ജാഗ്രത എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു വനിതാ കൗൺസിലറെ നടു റോട്ടിൽ വെച്ച് തെരുവിൽ വെച്ച് അവരുടെ സാരി വലിച്ചു കീറി അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവരെ ഉപദ്രവിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയ CPM പ്രവർത്തകർക്കെതിരെ എന്തുകൊണ്ടാണ് ഹണി റോസിന്റെ പരാതിയിന്മേൽ കൈക്കൊണ്ട നടപടിയിൽ പോലീസ് കാണിച്ച ജാഗ്രത, എന്തുകൊണ്ടാണ് ഈ CPMകാരിയുടെ നേർക്ക് നിങ്ങളുടെ തന്നെ പ്രവർത്തകർ കാണിച്ച കാടത്തത്തിനെതിരെ പോലീസ് പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തതുപോലെ കലാരാജുവിന്റെ പരാതിയിൽ നിങ്ങൾ എത്ര പേരെ കസ്റ്റഡിയിലെടുക്കും? കൂത്താട്ടുകുളത്തുള്ള മുഴുവൻ CPM പ്രവർത്തകരെയും നിങ്ങൾ കസ്റ്റഡിയിലെടുക്കേണ്ടതായി വരും. കൂത്താട്ടുകുളത്ത് അന്നുണ്ടായിരുന്ന DYSP അടക്കമുള്ള എല്ലാ പോലീസുകാരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഇടപെടാത്തത് എന്നുകൂടി ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇൻകം ടാക്സിന്റെ സെർച്ച് നടക്കുമ്പോൾ, അവരുടെ റെയ്ഡ് നടക്കുമ്പോൾ കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പോലും ആരെയും അനുവദിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും അങ്ങോട്ടേക്ക് കുതിച്ചെത്തിയിരുന്നുവല്ലോ. ഇപ്പോൾ എന്താണ്? CPMകാരിയായ പിണറായി വിജയന്റെ സ്വന്തം പാർട്ടിയിലെ കൗൺസിലർക്കെതിരെ CPMകാർ കാടത്തപരമായി പെരുമാറിയപ്പോൾ, അക്രമം അഴിച്ചുവിട്ടപ്പോൾ എവിടെ പോയിരിക്കുന്നു വനിതാ കമ്മീഷൻ എന്ന ചോദ്യവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും തന്നെ മാനസികമായും ശാരീരികമായും CPMകാർ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അഥവാ ഗുണ്ടകൾ തന്നെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, തൻ്റെ സാരി വലിച്ചു കീറി, തന്നെ മുടിക്കു കുത്തിപ്പിടിച്ചു എന്നൊക്കെ തരത്തിൽ കലാരാജു ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അവർ വനിതാ കമ്മീഷനും പരാതി നൽകും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ കൂത്താട്ടുകുളത്തെ CPMന്റെ അടപടലം, അതായത് ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി മുതലായ സകല സഖാക്കളെയും പോലീസ് തൂക്കിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്ന് തന്നെയാണ് പിണറായി വിജയന് തീർത്താൽ തീരാത്ത നാണക്കേടും തലവേദനയുമായി ഈ സംഭവം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുരംഗത്തും കേൾക്കുന്ന പരാതികൾ. കൂത്താട്ടുകുളം നഗരസഭയിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്
അനുകൂലിച്ചുകൊണ്ട് CPM കൗൺസിലറായ കലാരാജു വോട്ട് ചെയ്യും എന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ്, അവർ കൂറുമാറും എന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് അവരെ മൃഗീയമായി അതിക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ വസ്ത്രം പോലും തെരുവിൽ വെച്ച് വലിച്ചു കീറി അവരെ മുടിക്ക് കുത്തിപ്പിടിച്ച് കാറിൽ ബലമായി പിടിച്ചുകൊണ്ടുപോയി 5-6 മണിക്കൂർ അവരെ കസ്റ്റഡിയിൽ വെച്ചത് എന്നാണ് അവർ ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിൽ CPMന് 12 കൗൺസിലർമാരാണ് ഉള്ളത്. UDFന് 10ഉം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടി 11 പേരടങ്ങും. അങ്ങനെയെങ്കിൽ കമലരാജു കൂറുമാറി UDFന്റെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ CPMന്റെ നഗരസഭാ കൗൺസിൽ അങ്ങനെ തന്നെ നിലം പതിക്കും. CPMന് കൂത്താട്ടുകുളം നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പേടിയിൽ തന്നെയാണ് കലാരാജുവിനെ മൃഗീയമായി ആക്രമിച്ച് സദാചാര മര്യാദകളെല്ലാം വിട്ടുകൊണ്ട് അക്രമത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് അനാശാസ്യകരമായ രീതിയിലുള്ള നടപടികൾ കലാരാജുവിനെതിരെ CPM പ്രവർത്തകർ അഴിച്ചുവിട്ടത്. ഇതിനെതിരെ കലാരാജു പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉള്ള മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ ഭാര്യ കമലാ വിജയനോ നിങ്ങളുടെ മകൾ വീണ വിജയനോ എതിരെ ഇത്തരത്തിൽ ആരെങ്കിലും ഒരു വസ്ത്രാക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ എന്തായിരിക്കും ചെയ്യുക എന്നുള്ള ചോദ്യം തന്നെയാണ് പിണറായി വിജയന്റെ മുഖത്ത് അടിക്കുന്നത് പോലെ ഇപ്പോൾ നാട്ടുകാരേവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കലാരാജു ഈ വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. താൻ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. തനിക്ക് കൂത്താട്ടുകുളത്ത് CPMകാരുടെ ഭാഗത്തു നിന്ന് എന്താണ് നേരിടേണ്ടി വന്നത് എന്നുള്ളത് കലാരാജു തന്നെ വ്യക്തമാക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒരു മാധ്യമത്തിന് കലാരാജു അനുവദിച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വർഷത്തിൽ ചെയർപേഴ്സന്റെ വാഹനത്തിൽ കയറി പോയ ആളെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചാണോ വാഹനത്തിൽ തുണിയും പറിച്ച ആക്ഷേപിച്ചാണോ ചെയർപേഴ്സൺ വാഹനത്തിലോട്ട് കയറ്റുന്നത്? അത് ചെയർപേഴ്സൺ ആണോ വാഹനത്തിൽ കയറ്റിയത്? അതോ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ എവിടെയോ കിടന്ന ആളുകളൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ UDFൽ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സഖാവിനെ ഞാൻ 25 വർഷമായിട്ട് കണ്ടിട്ടില്ല. സഖാവാണോ എന്ന് പോലും എനിക്കറിയില്ല. അത് ഒരു ഗുണ്ടയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അവനാണ് എന്നെ തലമുടിക്കുറ്റിന് പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച്, അതാണ് ഒരു വനിതയ്ക്ക് കൊടുക്കേണ്ട പരിഗണന. അത് ഞാൻ പങ്കെടുക്കാൻ വന്നു, ഞാൻ അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയെങ്കിൽ എന്റെ നിലപാട് എനിക്ക് വ്യക്തമാക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാണ് എന്നെ വനിതാ കൗൺസിലർ, അതായത് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ, അതുപോലെ ജിഷ രഞ്ജിത്ത, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൂത്താട്ടുകുളത്തുള്ളവരല്ല അല്ലാതെയുള്ള ആളുകള്, നമ്മൾ CITUവിന്റെ ആളുകള്, പാർട്ടിയുടെ LDFന്റെ മുഴുവൻ കൗൺസിലേഴ്സും എന്നെ തടയാനായി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അല്ലാതെ അവർ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നില്ല. അവിടെ അവരെന്നെ വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ്. CPMന്റെ ലോക്കൽ സെക്രട്ടറി അവളെ കൊന്നുകളയടാന്ന് പറയുന്നതും മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവളെ വലിച്ച് വണ്ടിയിലേക്ക് എറിയടാന്ന് പറയുന്നു. ഒരു ചെറിയ, അതായത് ഒരു 18 വയസ്സ് പൂർത്തിയായോന്ന് എന്നെ സംശയം തോന്നുന്ന ഒരു പയ്യനാണ് എന്റെ മുടിക്കുത്തിന് ചുറ്റി പിടിച്ചിട്ട്, എന്റെ നീളമുള്ള മുടിക്കുത്തിന് ചുറ്റി പിടിച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ഇതിന് ശ്വാസം മുട്ടി. ആ ശ്വാസം മുട്ടിയ സമയത്താണ് ഇവരെന്റെ സാരി പറിക്കുന്നത്. അത് എന്താണ് അവര് അങ്ങനെ? ഞാൻ അവിടെ നിന്ന് പോണെങ്കിൽ ഇങ്ങനെ എന്നെ വസ്ത്രാക്ഷേപം ചെയ്തെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്നെ വലിച്ച് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി പൂച്ചി പിടിച്ചിരുത്തി. ഇവൻ എന്റെ ഒപ്പം കയറി ഡോറ് വലിച്ചടച്ചപ്പോ എന്റെ കാല് ഡോറിന്റെ ഇടയിൽ പോയപ്പോ ഞാൻ കരഞ്ഞു, നിലവിളിച്ചു, എന്റെ കാല് എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ നിനക്കത് വെട്ടി തരാടി എന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത്.